ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. A big black bug with a big black. A big black bug with a big black. ആനി, മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയൂ? A big black bug with a big black bear and the big black bear blood blue black blood. Yep. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ വർമ്മ സാറേ. ആ വന്നു. അപ്പൊ നീ ഇതുവരെ കുളിച്ചില്ലേ? അല്ല, എനിക്കൊരു 10 സിറ്റപ്പും കൂടെ എടുക്കാനുണ്ടായിരുന്നു. ഈ സ്പിരിറ്റ് വീട്ടിൽ മാഷന്മാർക്ക് ഉണ്ടായാലേ പിള്ളേർ പകുതിയെങ്കിലും ഓടിയെത്തു. അതെ അതെ. ദോശക്ക് ചോന്ന ചട്നി വേണോ അതോ പച്ച ചട്നി വേണോ? പച്ച 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 മതി. എന്നാ കുളിച്ച് വരുമ്പോഴേക്ക് ഞാൻ ആ കാറൊന്ന് കഴിക്കാം. വേ നോക്ക്, പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കണ്ട. Good shot, Jesse. Good shot. पिक्चर अभी भी बाकी है भाई. അപ്പോ ഇറങ്ങുവാണ്. വൈകിട്ട് ചീര കിട്ടുവാണെ വാങ്ങിച്ചോണേ. ടീച്ചറെ, ഇന്നെന്താ സ്പെഷ്യൽ? പിസ്സയാ. പിസ്സയാ? ഇന്നലെ ചിക്കൻ കൊഴുക്കട്ട, ഇന്ന് പിസ്സ. വൈഫ് നല്ലൊരു കുക്കാന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. എന്റെ ടീച്ചറെ, അടുക്കള ഒരു പരീക്ഷണശാലയായിട്ട് മാറിക്കൊണ്ടിരിക്കുക കുറച്ച് ദിവസമായിട്ട്. ആൾക്ക് കുക്കിങ്ങിന്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും പ്ലാൻ ഉണ്ട്. ഇതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും കേട്ടോ. 3 മാസം കൊണ്ട് സിൽവർ ബട്ടൺ അടിക്കാനുള്ളതാണ്. മാഷേ, ഈ കൊളസ്ട്രോൾ ഒക്കെ ഒന്ന് സൂക്ഷിച്ചോട്ടോ. ഓ ടീച്ചറെ, താങ്ക് യു. അല്ല, ജെസ്സി മാഷ് ഇന്ന് ലീവാണോ? അല്ല, ആളുടെ പീരീഡ് കിട്ടിയിരുന്നെങ്കിലേ കുറച്ച് റിവിഷൻ കൂടെ തീർക്കായിരുന്നു. സാധ്യതയുണ്ടോ ബിന്ദു ടീച്ചറെ? കിട്ടിയത് തന്നെ. അതെന്നാ ഇന്നും കൂടെ ലീവാണെങ്കിലേ നമ്മുടെ മഞ്ജു ടീച്ചറിന്റെ അടുത്ത കൊല്ലത്തെ പോഷൻ കൂടെ കുറച്ചൊന്ന് കുറയും. അതിനെ ടീച്ചർ ചോദിച്ചിട്ട് തന്നിട്ടില്ലേ? അയ്യോ, നമ്മുടെ ഒന്നും മുഖം ഒരു വാരികയിലും മുഖചിത്രമായിട്ട് വന്നിട്ടില്ല സാറേ. എന്റെ ടീച്ചറെ, ടീച്ചർ ഈ ജയശ്രീ എന്നുള്ള പേരും വെച്ചോണ്ട് ഇമ്മാതിരി തോൽവി വർത്താനും പറയല്ലേ കേട്ടോ. 2 മതി. മാഷെ എടുക്ക്. ടീച്ചർ പറഞ്ഞാലും ചരിത്രപരമായ ചില വസ്തുക്കളുണ്ട് മാഷെ. കാണും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാഷെ പിസ്സ. അയ്യോ മാഷെ, കഴിക്കണമെന്നുണ്ട്, പക്ഷേ ഡയറ്റിലാണ്. ഒരു കാര്യം ചെയ്യാം, എൻ്റെ മക്ക് ജയശ്രീ ടീച്ചർക്ക് കൊടുക്കാം. ഓ ആയിക്കോട്ടെ, ഡയറ്റ് മുടക്കണ്ട. അതെ. എന്നാ ടീച്ചറെ, മഞ്ജു ടീച്ചർ ഒന്നില്ല. പോർഷൻ തീർന്നില്ലെങ്കിലും പിസ്സയെങ്കിലും തീരട്ടെ. ജെസ്സി മാഷേ, വരുമ്പോ ഹെഡ് മാഷിനെ ഒന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടേ. മാഷിനെ ഇതിനേക്കാളും ഭേദം മൂത്രപ്പരയുടെ മണമാണല്ലോ പാവേ. ഇടോ, ആ മണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങി ക്ലാസ്സിലടിച്ചിട്ട് പിള്ളേർക്ക് വല്ല മനം വരട്ടലും വന്നാൽ പിന്നെ അതായി. താൻ പോയി ഇത് മാറ്റി നല്ല ഒരെണ്ണം വാങ്ങിച്ചോളന്നേ. എന്നിട്ട് നാളേക്കുള്ളൊരു പ്രശ്നം പരിഹരിച്ചോളാം. SSLC പരീക്ഷയാണ് വരുന്നത്. കുട്ടികൾക്ക് സമാധാനമായിട്ട് പരീക്ഷ എഴുതണം, അറിയാലോ. എന്നാ കേട്ടോ. ശരി മാഷേ. പിന്നെ ബാബുവേ, തൻ്റെ ലോങ് ബെല്ലിന് നീളം ഒരു ഇത്തിരി കൂടുതലാണ്, കുറയ്ക്കണം. കുറയ്ക്കാം. എന്നാ ബാബു കേട്ടോ. ടീച്ചറെ, പുതിയ റൂം ഫ്രഷ്ന് വരുന്നവരെ തൽക്കാലത്തേക്ക് ടീച്ചർ ക്ലാസ് ആ മരച്ചോട്ടിലേക്ക് മാറ്റണം. കുറച്ച് നേരത്തേക്ക് ഒരു ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ ആകട്ടെ. ആയിക്കോട്ടെ മാഷേ. എന്നാ ടീച്ചറും വിട്ടോ. ഗുഡ് മോർണിംഗ് മാഷെ.
അത്രയ്ക്ക് നല്ല മോർണിംഗ് ഒന്നും അല്ല ചേച്ചി മാഷേ. അതെന്ത് പറ്റി മാഷെ? ഈ വർഷത്തെ കായികമേളയിലെ സ്കൂളിന് ചെറിയൊരു മുന്നേറ്റം ഉണ്ടായിരുന്നതൊക്കെ ശരി, നമ്മളൊരു സിനിമാ പ്രേമിയാണെന്നുള്ളതും ശരി. എന്ന് വെച്ചാൽ മാഷിൻ്റെ ഈ ഓഡിഷനും സിനിമാ ലൈവും ഒക്കെ ഞാൻ എന്നും പ്രോത്സാഹിപ്പിക്കുമെന്ന് കരുതണ്ട. അതും ഈ പരീക്ഷയൊക്കെ ഈ മൂട്ടിലെത്തിയിരിക്കുന്ന സമയത്ത്. അയ്യോ ഇല്ല മാഷെ, അതെനിക്കറിയാലോ. മാഷ് നോക്കിക്കോ, അടുത്ത വർഷം നമ്മളിത് ഡബിൾ ആക്കും. എന്ത് ലീവാ? അയ്യോ അല്ല, മെഡൽ. ശരി. പടം എങ്ങനെയുണ്ടായിരുന്നു? പടം ഉഗ്രനായിരുന്നു. നമ്മുടെ അന്യ റോസിനും പൊളിച്ചു. അപ്പൊ ബാസിയ ഭാസിനെ പൊളിക്കുമല്ലോ. ബാസി തകർക്കും, അതെനിക്കറിയാം. ടീച്ചറെ അടുത്തെങ്ങാനും വല്ല മാസിയിലും കാണുമോ ടീച്ചറെ? കുറച്ച് റിവിഷൻസ് ചെയ്യാനുണ്ട് മാഷെ, അതുകൊണ്ട് മോഡലിംഗ് ഒക്കെ തീരെ കുറവാ. ഓ അങ്ങനെയാ വേണ്ടത്. വരട്ടെ. മാഷെ ഞാനെന്ന് പറഞ്ഞാൽ കൊറിയൻ പടം ഇല്ലേ, അതിന്റെ ലിങ്ക് ഞാൻ അയച്ചിട്ടുണ്ട്. മാഷെ സമയം കിട്ടുമ്പോൾ നോക്കണേ. എക്സാം ഡേറ്റ് തുടങ്ങിയല്ലേ, എന്നാ പിന്നെ മാഷ് വിട്ട പോയാ. അത് ശരി. ടീച്ചറെ റിവിഷൻ നിർത്താം. മാഷിന്റെ PT പീരീഡ് കിട്ടിയോണ്ട് കുറച്ചധികം പോർഷൻസ് കവർ ചെയ്യാൻ പറ്റി. ഇന്നലെ ഓഡിഷൻ ആയിരുന്നോ അതോ പുതിയ വല്ല റിലീസായിരുന്നോ? രണ്ടുണ്ടായിരുന്നു. ഈ നടപ്പ് മാത്രമാണോ അതോ പ്രതീക്ഷയ്ക്ക് വല്ല വകയുണ്ടോ മാഷെ? പ്രതീക്ഷ അതല്ലേ എല്ലാം. മാഷ് ഒരു വലിയ നടന്നതിന് ശേഷം നല്ല ക്യാരക്ടർ റോൾസും വന്ന എന്നെ ഓർത്താ മതി. എനിക്ക് എന്നെ പറ്റി അറിയില്ല, പക്ഷേ ടീച്ചറിലൊരു നല്ല നടിയുണ്ട്. ടീച്ചർ ഈ പിള്ളേർക്ക് നാടകം പറഞ്ഞു കൊടുക്കുമ്പോഴേ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പറ്റും മാഷെ. Good shot. I love you. കിരൺ. എന്താ നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ കാര്യം? അതെ, പരീക്ഷയെ ബാധിക്കരുത്. ഏയ് ഇല്ല സാറേ. പിന്നെ വേറൊരു കാര്യം, എന്താ? പ്രൊഡ്യൂസർ സ്ഥാനത്ത് എൻ്റെ പേര് വെക്കണ്ട. അപ്പനറിഞ്ഞ സീന. ചത്താലും വെക്കില്ല സാറേ. അല്ലടാ. ഓക്കെ സാറേ, ഫുട്ബോൾ എടുത്തോട്ടെ? ഈ പരീക്ഷ സമയത്ത് സാറേ, റിവിഷൻ ചെയ്ത് ക്ഷീണിച്ച് ഒരു റിഫ്രഷ്മെന്റ് നല്ലതല്ലേ? പിന്നെ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും എന്നാണല്ലോ. ഓ എടുത്തു, ഞാൻ വന്നേക്കാം. ഓക്കെ, വാടാ. പിന്നെ എൻ്റെ കഥാപാത്രം ഒന്ന് പൊലിപ്പിച്ചേക്കണം. അത് പിന്നെ പറയണോ, സാറല്ലേ മെയിൻ. പിന്നെ സാറിനി അധികം വെയിലൊന്നും കൊള്ളണ്ട. ക്യാരക്ടർ പോവേ. പാസ് കൊടുത്ത് കളിക്ക്. മാഷേ, മാഷേ, ബിന്ദു ടീച്ചറിന്റെ ക്ലാസ്സിൽ കൂട്ടി തലയൂറ്റി വീണു. ഹോസ്പിറ്റലിൽ പോകണം. മാഷിനോട് കാർ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു മഞ്ജു ടീച്ചർ. എടുക്കാം. വേഗം പറഞ്ഞാൽ
ഇത് എന്നാ പറ്റിയതാ? അറിയില്ല മാഷെ, ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചുകൊണ്ടിരുന്നപ്പോ തല ഇറങ്ങി വീണതാ. ഓ ആ മഞ്ജു ടീച്ചർ പേടിക്കണ്ട കേട്ടോ. നമ്മളിപ്പോ എത്തും. അല്ല ബിന്ദു ടീച്ചർ. ഈ പുഴയാ സാറേ എൻ്റെ അമ്മ. വിശന്നപ്പോഴൊക്കെ ഊട്ടി, കരഞ്ഞപ്പോൾ ആരും കാണാതെ കണ്ണീരെല്ലാം കൊണ്ടുപോയി. എന്തൊരു സീനല്ലേ ടീച്ചർ. എന്താ മാഷെ? അല്ല പുഴയിൽ ഇറങ്ങിയിട്ട് ലാലേട്ടൻ ആദ്യം ഒരു കുമ്പിൾ വെള്ളം എടുത്തിട്ട് മുഖത്ത് കളിക്കുക ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് മനസ്സിലായോ? കണ്ണ് നനഞ്ഞത് അറിയാതിരിക്കാൻ. അതാണ് ഒരു act. അതെ, പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഭക്ഷണം ഉറക്കമൊക്കെ കുറഞ്ഞതിൻ്റെയാന്നാ ഡോക്ടർ പറഞ്ഞത്. ആ കൊച്ചു രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കുകയായിരുന്നെന്ന്. ഇനിയിപ്പോൾ എന്തായാലും 1 മണിക്കൂർ ഒബ്സർവേഷൻ കിടക്കട്ടെ എന്നാ ഡോക്ടർ പറഞ്ഞത്. ഇപ്പോഴത്തെ എല്ലാ കുട്ടികളുടെയും പ്രശ്നം ഇതാ. ആന്നേ. എന്തായാലും ഒന്നും പറ്റിയില്ലല്ലോ, സമാധാനമായി. അതെ, സമാധാനമായി. ഇപ്പം എന്തായാലും സമയമുണ്ടല്ലോ. ഞാൻ ഒന്ന് ബാങ്ക് വരെ പോയിട്ട് വരാം. ഇറങ്ങിയല്ലേ എന്തായാലും. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഒരു കുഴപ്പമില്ല. ടീച്ചർ പോയിട്ട് വരും. കുറച്ച് സമയം കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. ഞാനും മഞ്ജു ടീച്ചറൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ശരി. അതെ ടീച്ചറെ, ഇവിടെ അടുത്ത് നല്ല ചൂട് പഴംപൊരി കിട്ടുന്നൊരു ഹോട്ടലുണ്ട്. നമുക്കൊരു ചായ കുടിച്ചാലോ?